വളരെ ജിജ്ഞാസയോടു കൂടിയാണ് എന്നെ നോക്കുമ്പോൾ കേൾക്കാനായി ആഗ്രഹിക്കുന്നതും ശ്രദ്ധിക്കുന്നതും. മലയാളം തന്നെയല്ലേ ഇത് പറയുന്നത്? ദൈവമാണ് അവരെ യോജിപ്പിച്ചതിന് തുല്യമാണ്. കാരണം ഈ പ്രദേശത്ത് നിന്നും ഈ ഭക്ഷണക്രമത്തിൽ നിന്നും വേഷവിധാനങ്ങളിൽ നിന്നും ഒക്കെ മാറി എങ്ങനെയാണ് ഒരു ദൂരത്തിൽ നിന്ന്, അത്ര വലിയ ദൂരം പറയാനില്ല, എന്നാലും ദൂരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ സിന്ധ കണ്ടുപിടിക്കുകയും ദയാന ഇങ്ങനെ സിന്ധുവയെ കണ്ടുപിടിക്കുകയും ചെയ്തത് ആ വഴികളൊക്കെ നമുക്ക് അജ്ഞാതമാണ്. അതുകൊണ്ടാണ് ദൈവം യോജിപ്പിച്ചത് എന്ന് പറയുന്നത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് സിന്ധുവിന് വേണ്ടി, ദയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇവിടെ എല്ലാവരും ഇന്നേ പാകിസ്ഥാൻ മാതാവും യോസേഫിതാവും അവർ ചെലവഴിച്ചിരുന്ന ഒരു കാലഘട്ടം മനസ്സമ്മതത്തിന്റെ ഒരു കാലഘട്ടം. ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ യോസേഫിതാവ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. അത് ദൈവികമായ ഇടപെടലാണ്. അപ്പോൾ മനസ്സമ്മതത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തിരുകുടുംബത്തിന്റെ ഒരു കാലഘട്ടമാണ്. മനസ്സിലാകുന്നില്ല. അപ്പോഴൊക്കെ ദൈവികമായിട്ടുള്ള നിവേശനമാണ് അതിന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾക്ക് വഴിയൊരുക്കും. എന്ന് വെച്ചാൽ യോസേഫിതാവും പരിശുദ്ധ കന്യാമറിയും പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ നിർദ്ദേശത്തെ തിരിച്ചറിയാൻ ഓരോ പരിശ്രമം ചെയ്യും. ആ പരിശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് ശക്തി. ഇന്ന് ഈ പരിശ്രമത വേളയിൽ വിവാഹത്തിന്റെ അവസരത്തിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് പരിശ്രമത വേളയിൽ നിങ്ങൾക്ക് തരുവാനുള്ള സന്ദേശങ്ങൾ മാത്രമാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവഹിതം ആരാധനയോട് ജീവിക്കുക, പ്രാർത്ഥിക്കുക. ധാരണയിൽ അത് ആവശ്യമാണ്. ഇവിടെ വിവാഹ ജീവിതത്തെ കാതടയ്ക്കുന്നതും കുറെ അകലമടയ്ക്കുന്നതും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്, അടക്കങ്ങളും സമയങ്ങളും ഉണ്ടാകുമ്പോഴാണ് ബന്ധങ്ങൾ അത് തടച്ചു തുടങ്ങുന്നതും ശക്തമാകും. അത് പ്രാർത്ഥനയുടെ സമയത്ത് ചെറിയൊരു സ്വപ്ന കാഴ്ച സ്വീകരിക്കുന്നുണ്ട്. അത് സാധു യുവതികളുടെ മംഗളീതിയായി സ്വീകരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് സാധിക്കാവുന്ന തരത്തിലുള്ള സഹകരണം ഞാൻ യാചിക്കുന്നു. നമുക്ക് ദൈവത്തിൽ പ്രവേശിക്കാം. പാഠശാലയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കാനുള്ള അവസരം തിരുസഭ നൽകുന്നു. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ മനോഹര മിശിഹായുടെ അനുഭവവും തിരുസഭയുടെ നടപടികളനുസരിച്ച് ദയാനിയെ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണ്. മിശിഹായുടെ അനുഭവവും തിരുസഭയുടെ നടപടികളനുസരിച്ച് സിന്ധുവയെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണ്. സാക്ഷി, നിങ്ങളുടെ സാക്ഷികളാണ്. നല്ല ഓർമ്മയെ പറഞ്ഞിരിക്കുന്നത് മുന്നിൽ എൻ്റെ പരിചയമില്ല. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും മനസ്സിലാക്കാനും അതനുസരിച്ച് ക്രമീകരിക്കുവാനും സ്വയം സജ്ജമാകുവാൻ നമുക്ക് നമ്മുടെ പിതാവിനും പുത്രനും സമർപ്പിക്കാം. പ്രത്യേക വരം നൽകപ്പെടുന്നവർക്കല്ലാതെ വിവാഹ ജീവിതം വിജയപ്രദമായി നയിക്കുവാൻ സാധ്യതയുള്ള
കർത്താവേ, അങ്ങയുടെ സ്വർഗീയ ചൈതന്യം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഈ യുവതി യുവാക്കളെ പാർക്കണമേ. ജീവിതത്തിന്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകിയവരെ നയിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രഗീതമായിരുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ പാടി ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, നിന്നായോ ഗ്രഹം നൽകണേ.
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി ചൊല്ലിയാൽ തീരാത്ത നന്ദി നാഥ. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി ചൊല്ലിയാൽ തീരാത്ത നന്ദി നാഥ. അറിഞ്ഞു സ്നേഹിച്ചു മാറ്റിവച്ചു എന്നെ കഴുകൻ ചിറകിലായി കാത്തുവല്ലോ. കഴുകൻ ചിറകിലായി കാത്തുവല്ലോ. കഴുകൻ ചിറകിലായി കാത്തുവല്ലോ. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി ചൊല്ലിയാൽ തീരാത്ത നന്ദി നാഥ. നിറവുകളായി നീ കൃപാമാരി ചൊരിഞ്ഞെന്നെ ശക്തനാക്കി. ഉറവുകളിൽ നിറവുകളായി നീ കൃപാമാരി ചൊരിഞ്ഞെന്നെ ശക്തനാക്കി. സഹനത്തിൽ സ്നേഹമായി വന്നു നീ ദാസനിൽ നിന്നെന്നെ സ്നേഹിതനാക്കി. സഹനത്തിൽ സ്നേഹമായി വന്നു നീ ദാസനിൽ നിന്നെന്നെ സ്നേഹിതനാക്കി. ദാസനിൽ നിന്നെന്നെ സ്നേഹിതനാക്കി. എണ്ണിയാൽ തീരാത്ത നന്മകൾക്കായി ചൊല്ലിയാൽ തീരാത്ത നന്ദി നാഥ. ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಯನ್ಮಾನಂ ಪೂತದೆ ತಾರ ಕಣ್ಪುರ
கண்பூரா நீயே தான் தாரா கண்ணார காண்கிறேன் பூரா தண்ணீரை கூசிக்கொண்டே மெல்ல செல்லும் பிம்பங்கள் நீயாகிறாய் எதிரே என்னோடு காதல் வந்தே என்ன சொல்ல வெட்கங்கள் பேசுதே